മക്കളെ, മിഥിലാമിസ് ആണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് പരീക്ഷയിൽ ഓരോ ക്ലാസ്സുകളിലും നമ്മുടെ സൈലത്തിന് വൻ വിജയമായിരുന്നു. നമ്മളെ ആ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടി മക്കളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സർപ്രൈസ് ആണ് ടീം സൈലം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ദുബായിലേക്ക് ഒരു യാത്ര പോയാലോ? കേട്ടപ്പോ ഞെട്ടിയോ? അപ്പൊ ദുബായിലേക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ദുബായിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വെറുതെ അല്ല കേട്ടോ. ഇന്ത്യയുടെ ഗസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ നിന്ന് റിപ്പബ്ലിക് ഡേ പരേഡും കണ്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മ്യൂസിയംസും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ സന്ദർശിച്ച് പ്രൗഡായിട്ട് നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം. യെസ്, നമ്മുടെ സൈലവും ഏഷ്യാനെറ്റും ചേർന്ന് നടത്തുന്ന പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. സൗത്ത് സോണിലായി ഡിസംബർ 28-ാം തീയതിയും നോർത്ത് സോണിലായി ജാനുവരി 4-ാം തീയതിയും നടക്കാൻ പോകുന്ന ഒരു എക്സാം. ഈ എക്സാം എൻ്റെ കുട്ടികൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഈ എക്സാമിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 10 പേർക്കാണ് ഈ പ്രൗഡ് ടു ബി ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡോ യൂസ് ചെയ്യാവുന്നതാണ്. മക്കളെ, നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത്. എൻ്റെ കുട്ടികൾ ആരും ഇത് മിസ് ചെയ്യരുത്. അത് മാത്രമല്ല, ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഏറ്റവും മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അവരുടെ മാർക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ഈ ഒരു പ്രൗഡ് ടു ബി ഇന്ത്യൻ പ്രോഗ്രാം എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. നന്നായി പ്രിപ്പയർ തന്നെ പരീക്ഷ എഴുതണം. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ, മിസ് എക്സാം ഒക്കെ ഓക്കെ, പക്ഷെ എക്സാമിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളൊന്ന് പഠിച്ചിട്ട് വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സിലബസ് ഒന്ന് നോക്കിയാലോ? ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. ഈ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് ലഭിക്കുന്നത് വെറും 90 മിനിറ്റ് ആണ്. ഇനി 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 20 ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ബയോളജി, അടുത്ത 20 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, പിന്നെ 20 കെമിസ്ട്രി, പിന്നെ 20 മാത്തമാറ്റിക്സിൽ നിന്നാണ്. ഇനി ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും GKയും കമ്പൈൻ ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി സിലബസ് ഒന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഫിസിക്സ് നോക്കാം. ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ, ത്രസ്റ്റ് ആൻഡ് പ്രഷർ, സൗണ്ട്, ഇലക്ട്രിസിറ്റി, ലൈറ്റ്. അതിൽ തന്നെ ലൈറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ് കേട്ടോ. പിന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കാനുണ്ട്, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി പവർ, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, സോഴ്സസ് ഓഫ് എനർജി. ഇത്രയും ടോപ്പിക്സ് ആണ് ഫിസിക്സിൽ നിന്ന് എൻ്റെ കുട്ടികൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് വരാം. സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കണം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കണം. പിന്നെ ആസിഡ്, ബേസ് ആൻഡ് സോൾട്ടുകളെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പോളിമേഴ്സ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. ഇത്രയുമാണ് കെമിസ്ട്രിയുടെ സിലബസ് വരുന്നത്. ഇനി നമുക്ക് വേഗം മാത്തമാറ്റിക്സിലേക്ക് പോകാം. അവിടെ നമ്പർ സിസ്റ്റംസ് ഉണ്ട്, ആൾജിബ്ര, ജോമെട്രി, ടൈപ്പ് ഓഫ് ആംഗിൾസ്, ഫാക്ടറൈസേഷൻ, സ്റ്റാറ്റിക്സ് ആൻഡ് ഇറ്റ്സ് ബേസ്, പിന്നെ റിയൽ നമ്പേഴ്സ്, ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, ഏരിയ, സർക്കിൾസ്, സോളിഡ്സ്, പോളിനോമിയൽസ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പ്രോബബിലിറ്റി ആൻഡ് ട്രിഗ്നോമെട്രി. ഇത്രയുമാണ് മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്സ്. ഇനി ലാസ്റ്റ് ആയിട്ട് ബയോളജിയിലേക്ക് കടക്കാം. മക്കളെ, ബയോളജിയിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് ടോപ്പിക്സ് കുറവാണ് SSLC. അപ്പൊ സെൻസ് ഓർഗൻസ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, സെൽ എന്താണ്, എക്സ്ക്രേഷൻ എന്താണ്, ഹോർമോൺസിനെ പറ്റി പഠിക്കണം. പിന്നെ മെന്റീലിയൻ എക്സ്പെരിമെന്റ്സ് ഉണ്ട്, ഇക്കോസിസ്റ്റംസ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഇത്രയുമാണ് നമ്മുടെ എൻ്റയർ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സിലബസ് എന്ന് പറയുന്നത്. സിലബസ് ഒന്നും കണ്ട് എൻ്റെ കുട്ടികൾ ആരും പേടിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു പേടിയും കൂടാതെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അതിനു മുമ്പേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആരാണ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്ന ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കിക്കാണാം. ഓൾ ദി ബെസ്റ്റ്.